നമുക്ക് ഇന്ന് കടയിൽ സർവീസിന് വന്നൊരു ഇംപെക്സിന്റെ ഹോം തിയേറ്റർ ആണ്. ഇതിന്റെ കംപ്ലൈന്റ് ഇത് സ്റ്റാൻഡ് ബൈ ഒക്കെ ആവും. പക്ഷേ സ്പീക്കർ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാണ്. നമുക്ക് ഇന്ന് അഴിച്ച് ഇതിന്റെ കംപ്ലൈന്റ് ഒന്ന് നോക്കാം. ഇതതിൻ്റെ ബാക്ക് സൈഡാണ്. ഇംപെക്സിൻ്റെ ഹോം തിയേറ്ററാണ്. അതിൻ്റെ ഒരു സ്പീക്കർ കണക്ടർ ഇങ്ങനെ എൻ്റെ ഇളകി പോയിട്ടുണ്ട്. ഒരു കണക്ടർ ഇളകി പോയിട്ടുണ്ട്. ഇത് ഞാൻ സെറ്റ് അഴിച്ച് അതിന് ഉൾവശമാണ്. അതിൻ്റെ IC ഒന്ന് രണ്ട് IC ഇങ്ങനെ ബേണായിട്ട് കത്തി പൊട്ടിയിരിക്കുക. അതെല്ലാം മാറണം. ബാക്കി IC എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബോർഡ് അവിടുന്ന് ഒന്ന് ഫുള്ളായിട്ട് ഡിസ്കണക്ട് ചെയ്ത് എടുത്തിട്ട് വേണം അത്രയും ചെയ്യാനായിട്ട്. ബോർഡ് ഭാഗം വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ ആ ബോർഡിലെ IC മാറിയിട്ടുണ്ട്. അതായത് സബിൻ്റെ 2 IC മാറി. പിന്നെ ഇത് ഇവിടെ ഒരു ചാനലിൻ്റെ മാറി. പിന്നെ ഈ ഒരു IC മാറിയിട്ടുണ്ട്. അതും ചാനലിൻ്റെ ആണ്. സറൗണ്ട് ആണ്. അങ്ങനെ IC മാറി, അത് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഈ ബോർഡിൽ കുറേ കംപ്ലൈൻറ്റ് വരുന്നതാണ്. ഈ കുറേ കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് നമ്മളെ കൂട്ടുകാർ ടെക്നീഷ്യന്മാരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. ഞാൻ നേരത്തെ ഐബിലിൻ്റെ കമ്പനി വർക്ക് ഇരുന്ന ആളായിരുന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പലരും നമ്മളെ വിളിക്കാറുണ്ട്. അത് കൂടുതലും വരുന്നത് ഈ SMD ബോർഡല്ല. ഈ SMD ബോർഡല്ല, ഇത് അതിൻ്റെ 5.1 സ്വിച്ചിങ് ചെയ്യുന്ന ബോർഡാണ്. ഈ ബോർഡിലാണ് കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഈ ബോർഡിൽ 2 IC ഉണ്ട്. ഒരു മെയിൻ IC ആയിട്ട് 2 IC ഉണ്ട്. ഒന്നൊരു 2358 IC. ഇത് 5 ഇൻപുട്ട് സ്വിച്ച് ചെയ്യുന്നൊരു ICയാണ്. 5 ഇൻപുട്ട് കൊടുക്കാം, ഒരു ഔട്ട്പുട്ടായിട്ട് സ്വിച്ച് ചെയ്യുന്ന അങ്ങനത്തെ IC ആണ് ഈ 2358. പിന്നെ ഒരു കിടക്കുന്നത് ഒരു സബിൻ്റെ ഫിൽട്ടർ IC 4558 IC. അങ്ങനെ 2 IC ആണ് ഇതിനകത്ത് ഉള്ളത്. അതിൽ കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ഈ ICക്ക് അങ്ങനെ കംപ്ലൈൻറ്റ് വളരെ ചുരുക്കമായിട്ടേ വരാറുള്ളൂ. പക്ഷേ ഇതിന് കംപ്ലൈൻറ്റ് വരുന്നത് ഇതിനായിട്ട് സപ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ബോർഡിൽ വരുന്നത്. മ്യൂട്ടിൻ്റെ സെക്ഷനും എല്ലാം ഈ ബോർഡിൽ തന്നെ ഉണ്ട്. അന്നേരം ഇതിനകത്ത് ഇതിൻ്റെ ഒരു കോമൺ കംപ്ലൈൻറ്റ്, ഇതിൽ 2 സപ്ലൈ ആണ് ഇതിലോട്ട് വരുന്നത്. 9+9ഉം -9 ഇതിൽ വന്നിട്ടാണ് റെഗുലേറ്റ് ആകുന്നത്. അതായത് ഇതുകൊണ്ടോ, ഇതാണ് റെഗുലേറ്റർ IC. -9 റെഗുലേറ്റർ IC ആണ് ഈ കാണുന്നത്. കണ്ടോ, 9D54 എന്ന് എഴുതിയേക്കുന്നത്. അത് 9 വോൾട്ടിൻ്റെ റെഗുലേറ്റർ IC ആണ്. പിന്നെ ഉള്ളത് ഇതിൽ 2 സപ്ലൈ വരുന്നത്. അതിൽ 9 വോൾട്ട് +9 ഡയറക്റ്റ് മെയിൻ ബോർഡിൽ തന്നെ വരും. -9 ഈ ബോർഡിൽ വന്നതിന് ശേഷം ആ റെഗുലേറ്റർ IC ഉപയോഗിച്ച് റെഗുലേറ്റ് ചെയ്ത് ഈ ICയിലോട്ട് വരും. അങ്ങനെയാണ് ഇതിനകത്ത് ഒരു വർക്കിങ്. അന്നേരം മിക്കവാറും ഈ -9 ഈ സബിൻ്റെ ഫിൽട്ടർ ICക്ക് കിട്ടാതെ വരുമ്പോൾ ആണ് പലപ്പോഴും ഈ IC സബ് വർക്ക് ചെയ്യാഴുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നത്. അത് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇതിൻ്റെ സപ്ലൈ രണ്ടും ഉണ്ടോ എന്നുള്ളതാണ്. പക്ഷേ സപ്ലൈ നോക്കാനാണ് നമ്മൾ ടെക്നീഷ്യന്മാരോട് പറയുമ്പം സപ്ലൈ നോക്കി സപ്ലൈ ഉണ്ടോ എന്ന് പറയും. ഈ +9 കണ്ടു കഴിഞ്ഞാൽ സപ്ലൈ ആയി എന്നാണ് ആൾക്കാർ വിചാരിക്കുന്നത്. പക്ഷേ -9 നമ്മൾ കുറേ തവണ നമ്മളത് ഈ -9ൻ്റെ കാര്യം ഓർമ്മിപ്പിക്കുമ്പോഴാണ് അത് പല ടെക്നീഷ്യന്മാരും ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നം കൊണ്ടാണ് കൂടുതലും ഇതിനകത്ത് സബ് വർക്ക് ചെയ്യാതെ കംപ്ലൈൻറ്റ് വരുന്നത്. പിന്നെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബോർഡിലോട്ടുള്ള സപ്ലൈയുടെ റെസിസ്റ്റൻസ് കരിഞ്ഞു പോയിരിക്കുന്ന ഒരു കംപ്ലൈൻറ്റ് കിട്ടാറുണ്ട്. അങ്ങനെയുള്ള കംപ്ലൈൻറ്റിന് ഇതിനകത്ത് പ്രശ്നം വരുന്നത് ഈ ബോർഡിലെ SMD കപ്പാസിറ്റേഴ്സ് ചിലത് ഷോർട്ട് ആവും. അങ്ങനെ നമുക്ക് കുറേ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് കൂടുതലായിട്ട് ഇത് പറയാനുള്ള കാര്യം. അത് ഞാൻ കാണിച്ചു തരാം. അത് ഒന്ന് മെയിനായിട്ട് ഈ രണ്ടാമത്തെ കപ്പാസിറ്റർ ഇത് ഷോർട്ട് ആവും. ഈ കപ്പാസിറ്റർ ഷോർട്ട് ആകുന്നതാണ്. പിന്നെ ഉള്ളത് ഈ കപ്പാസിറ്ററില്ലേ, ഈ കപ്പാസിറ്റർ ഷോർട്ട് ആകുന്നതാണ്. ഇത് രണ്ടുമാണ് നമുക്ക് ഷോർട്ട് ആയി കിട്ടിയത്. ഇത് ഷോർട്ട് ആയിരിക്കുമ്പം എന്നാ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ +9 അല്ല -9 ഇങ്ങോട്ട് വരുന്ന ആ റെസിസ്റ്റൻസ് കരിഞ്ഞു പോയിരിക്കും. നമ്മളത് മാറ്റിയിടും, അത് വീണ്ടും കരിഞ്ഞു പോകും. അന്നേരം പിന്നെ നമ്മൾ ഈ ബോർഡ് കംപ്ലൈൻ്റ് ആണ്, അത് നടക്കുകയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് റിട്ടേൺ ചെയ്യുവാണ് പലരും ചെയ്യുന്നത്. അന്നേരം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ നമുക്കത് റെഡിയാക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ പ്രിൻ്റ് സൈഡ്. ഇതിൽ 2 റെഗുലേറ്റർ IC കിടപ്പുണ്ട്. ഇതൊരു 9 വോൾട്ട് റെഗുലേറ്റർ IC, ഇത് 5 വോൾട്ട് റെഗുലേറ്റർ IC. ഇത് 5 വോൾട്ട് റെഗുലേറ്റർ ICയുടെ ഔട്ട്പുട്ടാണ് ഇത് ഈ കാണുന്നത്. ഈ പ്രിൻറ്റിങ് കൊണ്ട് ഇതിൽ പോയിട്ട് നേരെ ചെന്ന് ഇത് ആ ഫ്രണ്ട് പാനലിൻ്റെ കണക്ഷനിലേക്ക് പോകും. USB ബോർഡിനുള്ള കണക്ഷനിലേക്ക് 5 വോൾട്ട് പോകും. പിന്നെ ഇതാണ് 9 വോൾട്ട്. ഈ 9 വോൾട്ടിൻ്റെ ഔട്ട്പുട്ട് നേരെ ഇതുകൊണ്ടോ ഈ പ്രിൻ്റ് വഴി ചെന്ന് ഈ ജമ്പർ ഉപയോഗിച്ച് ഇതുകൊണ്ട് ഈ ബോർഡിലോട്ട് കയറും. ഡയറക്റ്റ് ഈ ബോർഡിലോട്ട് കയറുന്നുണ്ട്.
അത് ആണ് 9 വോൾട്ട്. പിന്നെയാണ് അടുത്തത് -9 വോൾട്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ -9 വോൾട്ട്. അത് -9 ആയിട്ടല്ല, ഇതിനകത്ത് -14 ആയിട്ട് തന്നെയാണ് അങ്ങോട്ട് ചെല്ലുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് -9. ഇതുണ്ടോ, ഡയോഡിൻ്റെ മൈനസ് ഭാഗം ഇത്. -9 ഇതിലേ വന്ന് ഈ ചെറിയ പ്രിൻ്റ് വഴിയാണ് പോകുന്നത്. ഇത് നേരെ ഇതുണ്ടോ, ഈ റെസിസ്റ്റൻസ് വഴി, അതായത് ഈ എൻഡിൽ കിടക്കുന്ന റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ് വഴി നേരെ പ്രിൻ്റ് വഴി ഇതുണ്ടോ ഇങ്ങോട്ട് ഈ കണക്ഷനിലേക്ക് പോകും. അങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻ വരുന്നത്. പിന്നെ വേറെയുള്ള കംപ്ലൈൻറ്റ് ഇതിനകത്ത് വരുന്നത് ഈ റെഗുലേറ്റർ IC ഡ്രൈ സോൾഡറിങ് ആയിട്ടിരിക്കും. അറിയാലോ, റെഗുലേറ്റർ ICയുടെ സെൻട്രൽ കാലിൻ്റെ കണക്ഷൻ ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിലെ സപ്ലൈ നേരെ ഔട്ട്പുട്ടിൽ ചെല്ലും. അത് അങ്ങനത്തെ മെയിൻ കാര്യമുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡ് കംപ്ലൈൻ്റ് ആവും, USB ബോർഡ് ഷോർട്ട് ആവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അന്നേരം ഈ സാധനം കംപ്ലൈൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ റെഗുലേറ്റർ ICകൾ ഡ്രൈ അടിക്കാൻ മറക്കരുത്. പിന്നെ ഉള്ളത് ഈ IC എല്ലാം ഡ്രൈ ആവും, ഹീറ്റ് ആവുന്നതുകൊണ്ട് തന്നെ IC എല്ലാം ഡ്രൈ ആവും. IC എല്ലാം ഡ്രൈ അടിക്കണം. പിന്നെ മെയിൻ ആയിട്ടും അടിക്കേണ്ടത് ഈ കണക്ടറിൻ്റെ ഈ പോയിന്റ്, എർത്ത് പോയിന്റുകൾ ഡ്രൈ ആകും. അന്നേരം നമ്മൾ എങ്ങനെയെല്ലാം റെഡിയാക്കി എന്ന് പറഞ്ഞാലും കസ്റ്റമർ വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ സൗണ്ട് കേൾക്കില്ല. നമ്മൾ മിക്കവാറും ചെക്ക് ചെയ്യുന്നത് ഇവിടെ വയർ സോൾഡർ ചെയ്തായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യാറുള്ളത്. നമ്മൾ പിന്നെ കുത്തി ചെക്ക് ചെയ്യുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. അന്നേരം ഇവിടെ വയർ കുത്തുമ്പോൾ വയർ സോൾഡർ ചെയ്യുമ്പോൾ അത് കേൾക്കും, പക്ഷേ പിന്നെ കിട്ടുന്നില്ലായിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അന്നേരം ഈ ഒരു ബോർഡ് ഒരു കോമൺ ബോർഡാണ്, കുറേ ഹോം തിയേറ്ററിൽ ഈ ബോർഡ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി ഇനി വീണ്ടും കാണാം. നമ്മളതിൻ്റെ IC എല്ലാം മാറി തിരിച്ച് ബോർഡ് ഹീറ്റ് സിങ്കിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ബോർഡ് ഉറപ്പിക്കുന്നതിനകത്ത് 1-2 കാര്യങ്ങളോട് ഞാൻ പറയാം. മിക്കവാറും നമ്മൾ ബോർഡ് പൂർണ്ണമായിട്ടും അഴിച്ചു മാറ്റാതെ ആയിരിക്കും ടെക്നീഷ്യന്മാർ ചെയ്യാറ്. പക്ഷേ അങ്ങനെ തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ IC എടുക്കുന്ന കൂട്ടത്തിൽ ഈ സെറ്റിലുള്ള മറ്റ് പൊടി, ഈ തരികളെല്ലാം ഈ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ടുമായിട്ട് കലർന്ന് അവിടെ ഇരിക്കും. നമ്മൾ IC അങ്ങോട്ട് വെക്കും, സ്ക്രൂ ചെയ്യും, IC ശകലം ഉയർന്നിരിക്കും. IC ഒരു 2 ദിവസത്തിനുള്ളിൽ കംപ്ലൈൻ്റ് ആയി വരികയും ചെയ്യും. അന്നേരം കസ്റ്റമർ വിഷയമായിരിക്കും, നമുക്കതിലും പ്രശ്നമായിരിക്കും. അന്നേരം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടുത്തെ ഒന്നെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് അവിടുത്തെ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് മുഴുവൻ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ പൊടിയൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ സ്ക്രൂ ചെയ്യുന്നത് മിക്കവാറും നല്ല നീളമുള്ള സ്ക്രൂ ഡ്രൈവർ ആണെങ്കിലേ ഡയറക്റ്റ് അവിടെ എത്തുള്ളൂ. ആ സ്ക്രൂ ഡ്രൈവർ കറക്റ്റ് സ്ക്രൂവിൻ്റെ നേരെ പിടിച്ച് തന്നെ സ്ക്രൂ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ചില ചെരിഞ്ഞ് പോയാൽ നമ്മൾ ടൈറ്റ് ചെയ്ത് വിടും, പക്ഷേ അത് ത്രെഡ് വെട്ടിപ്പോവും. പിന്നെ ഒന്നുകൂടെ ടൈറ്റ് ചെയ്താൽ ലൂസായി പോവും. പിന്നീട് നമുക്ക് അവിടെ സ്ക്രൂ ചെയ്യാൻ പറ്റാതെയും വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ സാധനം ഒട്ടും റിപ്പീറ്റ് ആകാതെ കംപ്ലൈൻറ്റ് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. നമ്മൾ ഇതുപോലുള്ള വീഡിയോസ്, ഇൻഫർമേറ്റീവ്സ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. ഇതിനകത്ത് വരുന്ന നിങ്ങളുടെ സജഷൻസും എല്ലാം നമുക്ക് മെസ്സേജുകളായിട്ട് നമുക്ക് തരണം. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇനി ഇതുപോലുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.